ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലത്തെ കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇൻട്രോ പറയാൻ വന്നേക്കുന്നത്. കാര്യങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ചു, കണ്ണനെ ട്യൂഷന് കൊണ്ടുവിട്ടു. അപ്പം അതിന് മുന്നേ ഉള്ള കുറച്ച് വീഡിയോസും കൂടെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇന്ന് മുതൽ ഫുള്ള് വെജിറ്റേറിയനാണ് ഇവിടെ. അപ്പം ഒത്തിരി ദിവസം ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ദിവസമേ ഉള്ളൂ. മാല ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ദിവസം നിൽക്കത്തില്ല, അങ്ങ് മലയ്ക്ക് പോകും. അപ്പോൾ അനിയനുണ്ട്, അവിടുന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്, അവർ രണ്ടുപേരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് മലയ്ക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്സും കൂടെ ചേർത്താണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ മുഖത്ത് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോയിലൂടെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കൂടെ വേണ്ടിയാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാര്യം ഒരു 1000 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി ഞാൻ ഒരുപാട് വിഷമിച്ചാണ്. എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ വെച്ച് ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇങ്ങനെ നോക്കും. ദൈവമേ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്, ഇപ്പോൾ ഇത്രയൊക്കെ ദൈവം തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ ഞാനിന്ന് വീഡിയോസൊക്കെ എല്ലാം ഒന്ന് കാണുക കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ വീട്ടുവിശേഷങ്ങളായിരിക്കും, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ അല്ല എന്തെങ്കിലും ഹെയർ ടിപ്സോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. കുക്കിങ്ങും വീട്ടുവിശേഷമൊക്കെ എല്ലാം ഒന്നിച്ചുള്ളത്. അതാ ഒരു മിനിറ്റ് ഒന്ന് ആലോചന പോയത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ചേർന്ന് ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ. എൻ്റെ വീട്ടിലെ സാധാരണ ജീവിത രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ വലിയ ഹൈ ഇതായിട്ടൊന്നുമല്ല. കുക്കിംഗ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ആയിരിക്കും. എന്നാലും എൻ്റെ പൊടിക്കൈകളൊക്കെ ചേർത്ത് ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലെ ഒരു സാധാരണ വീട്ടമ്മയായിട്ട് നിങ്ങളൊരാളായിട്ട് എന്നെ കണ്ട് എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അങ്ങനെ രാവിലെ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണേ. ഇന്ന് അച്ചു മുമ്പിൽ സ്ഥാനം പിടിച്ചു. കണ്ണൻ എന്ത് ഇതുവരെ ഇവനായി ഏറ്റവും കൂടുതൽ താമസം കേട്ടോ. ബാ ഇവിടെ ഇവിടെ കണ്ണൻ്റെ മുടി വെട്ടി കണ്ണൻ അതിന് പിണങ്ങി നടക്കും കേട്ടോ. ഒന്നാം തീയതി ആയിക്കൊണ്ട് അടിപൊളിയായിട്ടാണല്ലോ അമ്പലത്തിൽ നിൽക്കുന്നത്. ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നുണ്ടോ, കൊച്ചച്ഛനാ. കണ്ണനും ബാബുചേട്ടനും മലയ്ക്ക് പോകാൻ മാല ഇടാനായിട്ട് മാലയൊക്കെ മേടിക്കാനായിട്ട് കടയിൽ കയറിയേക്കുവാണ്. ഇന്നായിരുന്നോ ലോക്കറ്റ് തപ്പിയെടുക്കുന്നു അല്ലേ? മറന്നുപോയി ആ കാര്യം. മേടിച്ചോ മാല? ഞാൻ എഴുതാം. മേടിച്ചോ, രണ്ടുപേർക്കും മേടിച്ചോ? ഒരേപോലത്തെയാണോ മേടിച്ചോ രണ്ടും? എവിടെ നോക്കിയാലും ഉണ്ടേ. ഓ, ഇന്ന് ഇലക്ഷൻ്റെ ഇതിന് പോവായിരിക്കും. ആണോ? മനുഷ്യരെ വശീകരിക്കാനായിട്ടായിരിക്കും, വോട്ട് കിട്ടാൻ വേണ്ടി. രണ്ടുപേരും മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്ന് കഴിക്കാനൊക്കെ മേടിച്ചുകൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട്. കഴിക്കാൻ മേടിച്ചുകൊണ്ട് പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ കണ്ണന് ട്യൂഷനുണ്ട്. വീട്ടിൽ ചെന്ന് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു പോകുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ടാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. രാവിലെ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. കണ്ണൻ ഭയങ്കര പിണക്കത്തിലാട്ടോ. അവന്റെ മുടി വെട്ടിയത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവന്റെ തല എന്നെ കാണിക്കും. മെനയായത് കാണാൻ കൊള്ളാന്നായത്. അവന് ഇവന്റെ ക്ലാസ്സിലെ കുറെ പന്ന പിള്ളേരുണ്ടെന്നേ. അവന്മാര് പറഞ്ഞു കൊടുത്ത്, അവന്മാര് കാണുന്ന വീഡിയോ കേക്കട്ടെ. അവന്മാര് പറഞ്ഞു കൊടുത്തു പന്നലാന്ന് പറഞ്ഞ്. അവന്മാർക്കൊരു പണിയില്ല. ഞാനിന്ന് പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സൊസൈറ്റിയിലെ ബാങ്കാണ്, സൊസൈറ്റിയിലെ ഇലക്ഷനാണ്.
അപ്പം അതിന് അവിടുത്തെ അംഗങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാനൊരു അവസരമുണ്ട്, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനും ചേട്ടനും കൂടെ പോയിട്ട് വേണമെന്നാണ് ഇനി വോട്ട് ചെയ്തിച്ച് പോയിട്ട് വന്നിട്ട് വേണം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഉച്ചയാകുമ്പോഴത്തേക്ക് പോകാമെന്ന് ഓർത്തിരുന്നിട്ട് മട്ടിലിരുന്നേ കറിയൊക്കെ വന്നപ്പോൾ അത് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തുണ്ട്. പക്ഷേ ചേട്ടനിപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് പോയി നമുക്ക് ചെയ്തിട്ട് വരാം, ഉച്ച കഴിയുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോയിട്ട് വരാൻ തന്നെ. പയറൊക്കെ അരിയാണ്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ, ഇനി അതെല്ലാം എടുത്ത് വെച്ച് പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പോയി ഓട്ടൊക്കെ ചെയ്തേച്ച് വരട്ടെ കേട്ടോ. പിന്നെ എന്നായിരുന്നു ഒരു കാര്യം കൂടെ പറയണ്ടായിരുന്നേ. ഞാൻ ഈ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട് കേട്ടോ. മഞ്ഞൾ ദിവസം പറ്റണോ? ഒരാഴ്ചത്തേക്ക് നമ്മൾ എപ്പോഴും കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നും കുളിക്കുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ ഒന്ന് അരമണിക്കൂർ നേരം വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട്. പിന്നെ ഇത് ആ ഒരു ഷുഗർ വാക്സ് എപ്പോൾ പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒത്തിരി തിക്കായിട്ട് രോമമൊക്കെ ഉള്ളവർക്ക് 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും, അല്ലാത്തവർക്കൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. എൻ്റെ കണ്ടു ഇതിപ്പോൾ ഒത്തിരി ഒരാഴ്ചക്ക് മേളിലായി കേട്ടോ, ഒരു ശകലം പോലും ഇല്ല. എനിക്ക് ആദ്യമൊക്കെ ഒരു ഇതുപോലായിരുന്നേ, കാര്യം എനിക്ക് ഇച്ചിരി കട്ടിയിലുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ രണ്ടിടത്ത് ഇച്ചിരി കട്ടിയിലായിരുന്നു ഇന്നത്. അതുകൊണ്ട് വെച്ചാൽ ഞാനിങ്ങനെ പറിച്ച് കളയുമ്പോൾ എൻ്റെ ജീവൻ പോകുന്ന വേദനയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പറിച്ച് കളയത്തില്ല, സൈഡ് ചേർത്ത് കത്രി കൊണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് അതിൻ്റെ ചോടി ചേർത്ത് ഇങ്ങനെ തട്ടി വിടുകയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ പറിച്ച് കളയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇത് തേച്ച് ഞാൻ ഓർത്തിട്ട് ഭയങ്കര വേദനയായി. പക്ഷേ എനിക്ക് വേദന എടുത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് പേടിയില്ല പിന്നെയും ചെയ്യാനായിട്ട്. മറ്റേ നമുക്ക് വേദനയുള്ളാകുമ്പോൾ പിന്നെ അങ്ങ് മടിയാകത്തില്ല. പിന്നെ ഇച്ചിരി ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കി എടുക്കലാണ് ഒരു ഇച്ചിരി മെനക്കേട്. അത് കറക്റ്റായിട്ടൊക്കെ നമ്മൾ എടുത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അത് ഒട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. കറക്റ്റായിട്ട് അത് എടുത്താൽ മതിയെന്നേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് കിളിക്കുക കേട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ ത്രെഡ് ചെയ്യേണ്ട, വേറെ പരിപാടി ഒന്നും ചെയ്യേണ്ട. പിന്നെ ഈ മഞ്ഞൾ ഇങ്ങനെ തേക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കട്ടി കുറഞ്ഞ് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടും. ആ കട്ടി എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എന്നേക്കാളുണ്ടായിരുന്നു ഭയങ്കര കട്ടി മീശ. അവൾക്ക് പിന്നെ പൊതുവെ പിരിയത്തിനും ഒക്കെ ഭയങ്കര കട്ടികളായിരുന്നു കേട്ടോ, ഇങ്ങനെ കൂട്ടുപിരിയം പോലായിരുന്നു ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതേ ഇതിൽ തന്നെ കട്ടി തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. അത് ഇതുപോലെ ചെയ്ത് മഞ്ഞൾ ഉപ്പും തേച്ച് ഇപ്പോൾ ഒരു ശകലം പോലും ഇടമോത്തില്ല. അവളെന്നോട് പറഞ്ഞപ്പോൾ ആ ഒരു ടെൻഷനേ ഇല്ല. നമുക്കൊരു ടെൻഷൻ ഇതൊക്കെ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ എനിക്കുണ്ട് കേട്ടോ. കാര്യം 4 പേരെ മുന്നോട്ടില്ലെങ്കിൽ എന്നെ ആരും നോക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ, അതേമേ എൻ്റെ മീശ കണ്ടിട്ടാണോ നോക്കുന്നത്, അല്ലെങ്കിൽ വൃത്തികേടാണോ, അവരെന്നെ വിചാരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ മടിയാകും. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ സമ്മതില്ല കേട്ടോ, എവിടെ ഇറങ്ങുന്നതിനും കൊള്ളാം. എനിക്കിപ്പം നല്ല എന്നെ ഇവർ പിള്ളേരെല്ലാം കളിയാക്കുമായിരുന്നു, അമ്മയ്ക്ക് മീശയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പൊതുവെ ആരുടെ മുന്നിൽ എൻ്റെ ഉള്ളിലെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത സങ്കടം വന്നാലേ എൻ്റെ കണ്ണ് നിറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്ത് തട്ടിവിട്ട് അങ്ങ് പോട്ടെ നിർത്തിക്കോ. പിന്നെ എന്നേലുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ മുഖത്ത് ഞാൻ ആ ഒരു വ്യത്യാസം വരുത്താൻ ഞാൻ ശ്രമിക്കത്തില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ ഉള്ളിൽ തന്നെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും എൻ്റെ ഇവർ കളിയാക്കുമ്പോൾ ഞാൻ ചിരിച്ചു തള്ളുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഹാപ്പിയാണ്. ഇവിടെയൊക്കെ ആയിരുന്നു ഭയങ്കര വേദന കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഇത് ഇവിടം വരെയായിരുന്നു കിളുത്തിരുന്നത്. അതൊന്ന് എന്നേലും കൊണ്ട് എടുത്തു കഴിഞ്ഞാലും 2 ദിവസങ്ങളിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് കിളുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിലായി. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇവിടത്തേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഇതില്ലേ, ഇവിടെ നമ്മൾ എടുക്കുന്നതോറും കട്ടിയായി കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കട്ടി കുറഞ്ഞു വരും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് പോയി ഓട്ടൊക്കെ ചെയ്തേച്ച് വരട്ടെ. നന്ദേട്ടാ ഓടി വാ. പിന്നെ ഇല്ല, കൊള്ളാം നന്ദേട്ടോ. ഞങ്ങൾ ഓടിപ്പോ. ആരാ നമ്മളെ കൊണ്ടുപോകാൻ വന്നേക്കുന്നതെന്ന് നോക്കിയേ, ബാബുമാമൻ. പിന്നെ വൈകിട്ട് വിടാം. പിന്നെ ഞാൻ പിള്ളേരെ വളർത്തിയിട്ടില്ലല്ലോ. പൊക്കോണേ, എങ്ങടെ വെച്ചാ ശരിയാക്കി ഞാൻ പറയാം കേട്ടോ. അങ്ങനെയെങ്കിൽ എൻ്റെ അതിനെ എന്തോരം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇല്ല ആര് ആണോ? ജോവിനായെ കെട്ടാൻ പോവാടി, നിന്നെ വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? വേണോ? അച്ഛനെ വേണോ? എന്നാണ് മകളെ പരിപാടി? ആണോ, പാത്രം എടുക്കലാണോ? ഇന്നലെ എൻ്റെ അച്ചുകുട്ടൻ എനിക്ക് പെരയ്ക്കാൻ മുഴുവൻ തുടച്ചിട്ട് തന്നു കേട്ടോ, മുഴുവനും തുടച്ചിട്ട് തന്നു. ഇന്നലെ സ്കൂളിൽ പോലും പോകാതെ എൻ്റെ കൊച്ച് എനിക്കെല്ലാം തുടച്ച് വൃത്തിയാക്കി തന്നു. അല്ലേ അച്ചുകുട്ടാ? ഇന്നലൊരു മങ്ങല്. ഞങ്ങൾക്ക് ഏതായാലും മുട്ടായി മതി അല്ലേ?
അതെ, അത് ഇന്നും കൂടെ കൊടുക്കടി. പൊട്ടിച്ചേരും കേട്ടോ, രണ്ടും തരുവേ. മഞ്ചിഷ്ടം അതിനെന്താ കരിമരാന്നിരിക്കുന്നുണ്ട്. കുളിക്കണ്ടേ നമുക്ക്? ഈനാമ കുളിപ്പിക്കാം. ഇവന് ഉടുപ്പും നിക്കറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയായി കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറിയാണ്, ചെറുപയർ പരിപ്പ് കറിയാണ്. അല്ല മറ്റേ പരിപ്പിട്ട് കറി വെച്ചാൽ ഇവിടെ ഇവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ചെറുപയർ പരിപ്പ് കറി വെച്ചു. പിന്നെ ചിങ്ങാപ്പയർ തോരനും വെച്ചു, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, പിന്നെ ഇനി പപ്പടവും കൂടെ കാച്ചണം. അത്രയാണ് ഇന്ന് ഉച്ചക്കത്തെ കറിയൊക്കെ. ഇനിയിപ്പോൾ മീൻ കുറച്ച് ദിവസത്തേക്ക് ഇവരാരും കഴിക്കരുതിൻ്റെ അച്ചു കഴിക്കും കേട്ടോ. ഞാൻ ഇവരുടെ കൂടെ തന്നെ, എനിക്ക് മീനൊന്നും വേണ്ട. മീൻ അച്ചാർ ഇരിപ്പുണ്ട്, അത് മതിയായിരിക്കും വെച്ചു. സമയമൊന്നും ആയിട്ടില്ല, 11 മണി ആയതേ ഉള്ളൂ. ഇനി ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോഴത്തേക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ണാറാകുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് പപ്പടം കൂടെ കാച്ചിയാൽ മതി. ഇപ്പം ഉച്ചക്കത്തേക്കുള്ള കറിയെല്ലാം റെഡിയായി. ഇനി വേറെ കുറച്ച് ജോലിയൊക്കെ എനിക്കുണ്ട്, അതിലൊന്ന് ചെയ്ത് സെറ്റാക്കട്ടെ. ഇപ്പോൾ വലിയൊരു പേരയ്ക്കായിരുന്നേ. അപ്പം മൂത്തയേട്ടൻ വന്നപ്പം കൊണ്ടുവന്നതാണ് വലിയ പേരയ്ക്ക. വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ, തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ആ പേരയ്ക്ക എല്ലാം കൂടെ ഒന്ന് മുറിച്ചെടുക്കുവാണ്. ഞങ്ങൾക്ക് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കേണ്ട. എല്ലാവരും TV കാണിച്ചൊക്കെയാണ്, കണ്ണം മാത്രമുള്ള ട്യൂഷൻ വയ്ക്കുന്നത്. നന്ദനും അച്ചുവും ഞാനും ചേട്ടനും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ പേരയ്ക്ക, വലിയ പേരയ്ക്ക, ഒരു പേരയ്ക്ക തിന്നാൽ മതി കേട്ടോ, എല്ലാവർക്കും കൂടെ തികയും. അത് മുറിച്ചാൽ മതി, തിന്നല്ല മുറിച്ചാൽ മതി, എല്ലാവർക്കും കൂടെ തികയും. അതുപോലത്തെ വലിയ പേരയ്ക്ക. എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അതിന് വലിയ മധുരമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊതുവെ ഇങ്ങനെ കിട്ടുന്ന പേരയ്ക്കയ്ക്ക് ഒരുപാട് മധുരം കാണത്തില്ല, ചെറിയൊരു മധുരം, നമുക്ക് തിന്നാൻ നല്ലൊരിതാണ്. അങ്ങനെ നല്ല കേടൊന്നും ഇല്ലാത്ത പേരയ്ക്കായിരുന്നു, അതുകൊണ്ട് അത് മുഴുവനും നമുക്ക് എടുക്കാൻ പറ്റി. ഇപ്പോൾ പേരയ്ക്കയൊക്കെ മുറിച്ച് ഇനി എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തേച്ച് പിന്നെ ബാക്കി അടുക്കളയിലെ കാര്യങ്ങളുമൊക്കെ എല്ലാം ഒന്ന് ഇനി സെറ്റാക്കി ഇനി എല്ലാവർക്കും ഉണ്ണാനുള്ള ചോറും ഒക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ പേരയ്ക്കയെല്ലാം മുറിച്ച് അതിന് ഇടയ്ക്ക് ഒരു ചെറുകടി മാതിരിയാണ് പേരയ്ക്ക കൊടുത്തേക്കുന്നത്. നന്ദേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് പേരയ്ക്കയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു കൊച്ചിനെ വേറെ എവിടെയെങ്കിലും കിട്ടുക? വന്നപ്പം തൊട്ട് എന്ത് സൈലന്റ് പാവത്താൻ്റെ ഇരിപ്പ് കണ്ടോ. കണ്ണനില്ലാത്തതുകൊണ്ടാ, കണ്ണനുണ്ടെങ്കിൽ അവനൊരു ആക്റ്റീവ് ആവുള്ളൂ. അവൻ വരാറായോ? 1 മണിയാകുമ്പോഴത്തേക്കും അവൻ വരത്തുള്ളൂ, ഇനിയും കിടക്കുന്ന സമയം അല്ലേ നന്ദേട്ടാ? അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണ്. കറിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കല്ലേ പാത്രത്തോടുകൂടി എടുത്ത് വെച്ചല്ലോ എന്ന്. എല്ലാ പാത്രത്തിലും കൂടെ ആക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ പാത്രത്തോടുകൂടി എടുത്ത് വെക്കുന്നത്. അതായത് എൻ്റെ പുത്രിയാണ് ഇതെടുത്ത് വെച്ചത് കേട്ടോ, ചിരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.